കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഓഫീസിനകത്തേക്ക് കയറിയപ്പോൾ വളരെ അഭിമാനവും സന്തോഷവും തോന്നി. നല്ല മികച്ച സൗകര്യങ്ങളുള്ള ഒരു ഓഫീസാക്കി ഈ ഓഫീസിനെ മാറ്റാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുന്നമംഗലത്ത് മാത്രമല്ല, കേരളത്തിൽ ഏറെക്കുറെ മിക്ക പഞ്ചായത്ത് ഓഫീസുകളുടെയും മുഖം മാറിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓഫീസുകളൊക്കെ ഇപ്പോൾ നല്ല തിളങ്ങുന്ന ഓഫീസുകളാണ്. ഓഫീസുകളിൽ നല്ല സൗകര്യങ്ങൾ ഉണ്ടാവണം. കാരണം കാര്യക്ഷമമായിട്ട് അവിടെ ജോലി ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മികവ് ഉറപ്പുവരുത്താനുള്ള എല്ലാ സൗകര്യങ്ങളും തദ്ദേശ സ്ഥാപന ഓഫീസുകളിൽ ഉണ്ടാവണം. പ്രാദേശിക സർക്കാരായിട്ടാണ് നമ്മൾ പഞ്ചായത്തിനെ കാണുന്നത്. യൂണിയൻ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് എന്ന് പറയുന്നത് പോലെ പ്രാദേശിക ഗവൺമെന്റാണ് പഞ്ചായത്ത് എന്നത്. അത്രയും അധികാരങ്ങൾ പഞ്ചായത്തിനുണ്ട്. അധികാരം മാത്രമല്ല, കേരളത്തിൽ കാശും കൊടുക്കുന്നുണ്ട്. പദ്ധതിയുടെ 28.09% കേരളം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്നത്. ഇന്ത്യയിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തുക കൈമാറുന്ന സംസ്ഥാനം കേരളമാണ്. അതിനൊരു കയ്യടിയൊക്കെ ആവാം. നല്ല കാര്യത്തിനൊന്നും ഇപ്പോൾ കയ്യടി. ഹരിതകർമ്മസേനക്കാർ ഇവിടെ വന്നു. വലിയ സേവനമാണ് അവർ ചെയ്യുന്നത്. കേരളത്തിലെ ശുചിത്വത്തിന്റെ കാര്യത്തിലുണ്ടായ പുരോഗതിയിൽ ഹരിതകർമ്മസേനയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പണ്ട് മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, പ്രളയകാലത്ത് കേരളത്തിന്റെ സൈന്യമാണ് ഹരിതകർമ്മസേന. കേരളത്തിന്റെ ശുചിത്വ സൈന്യമാണ് ഹരിതകർമ്മസേന. ഇവിടെ ഒരു പരാതി തന്നു, MCFന് ഇല്ല, അതുകൊണ്ട് സെഗ്രിഗേഷൻ ഒന്നും നടത്താൻ പറ്റുന്നില്ല എന്ന് പ്രസിഡന്റും പറഞ്ഞു, വൈസ് പ്രസിഡന്റും പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ വേദിയിലിരുന്ന് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടു. 10 സെന്റ് സ്ഥലം MCFന് ഇന്ന് അല്ലെങ്കിൽ നാളെ ഉത്തരവാണ്. ഒന്നുകിൽ കലക്ടർ ഉത്തരവ് ഇന്നിറങ്ങും, ഇനി അഥവാ വൈകിയ നാളെ, അതിനപ്പുറം പോവില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. നാളെ ഉത്തരവിറങ്ങും. അപ്പം മന്ത്രി വന്നിട്ട് ഒന്നും തന്നില്ല എന്ന് പറയരുത്. 10 സെന്റ് സ്ഥലം ഓർഡറാക്കി എന്നല്ലേ MLA-യുടെ സാന്നിധ്യത്തിൽ ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ. 10 സെന്റ് സ്ഥലം. അപ്പൊ ഇനി പൈസ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, പദ്ധതിയൊക്കെ വെച്ചതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ MCFന്റെ നിർമ്മാണം ആരംഭിക്കണം. നല്ല വിശാലമായ സൗകര്യങ്ങളുള്ള ഹരിതകർമ്മസേനക്കാരുടെ സന്തോഷമുണ്ട്. അതിന്റെ ബുദ്ധിമുട്ട് അവരാണ് അനുഭവിക്കുന്നത്. വിശാലമായ സൗകര്യങ്ങളുള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള MCF പ്രസിഡന്റ് MCF അവിടെ ഒരുക്കണം. ആ സന്തോഷ വാർത്ത ആദ്യം ഞാൻ അറിയിക്കുകയാണ്.